നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് താണിക്കുളം ആപ്ക വില്ലേജിലാണ്. ആപ്ക വില്ലേജിൽ നമുക്ക് കണ്ടറിയാം എത്ര വണ്ടികളുണ്ടെന്ന്. ഹെറിറ്റേജ് റോയൽ എൻഫീൽഡിൻ്റെ ദ വൺ റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഗാ പരിപാടിയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര ബൈക്ക് ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ല, അത്ര അധികം ബൈക്കുകളുണ്ട് ഇവിടെ. അത് നമുക്ക് വാഷിൻ്റെ അടുത്ത് ചോദിക്കാം. വാഷ് എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് എൻ്റെ റിലേറ്റീവാണ്. അതിനേക്കാൾ ഉപരി എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ച് തന്ന ആളും കൂടിയാണ്. ഞങ്ങൾ ഒരുപാട് റേസുകൾ ഞങ്ങൾ ഒരുമിച്ച് ഓടിച്ചിട്ടുണ്ട്. കുറേ സ്റ്റോറീസ് ഉണ്ട് വാഷിൻ്റെ പറയാനുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഈ ദ വൺ റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിക്കാണ്. ഒരുപാട് വണ്ടികൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്ലോ റേസ് ഉണ്ട്, ക്രാങ്ക് ലിഫ്റ്റ് ഉണ്ട്, ബൈക്ക് ലിഫ്റ്റ് ഉണ്ട്, ഫുഡ് ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ഫാമിലി പോലെ, ഒരു ഗെറ്റ് ടുഗെദർ പോലെ, ഒരു ലവ്ലി മൊമെൻറ്റ് പോലെ, എന്താ പറയുക, കുറേ ആൾക്കാരായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് പോലെ. അതിലൊരു ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ അമ്മയും കൊണ്ടാണ് വന്നത്. പുള്ളി എന്താ പറയുക, ആ അമ്മ ഭയങ്കര ഇമോഷണലായിട്ട് പുള്ളി ഇങ്ങനെ ഈ പരിപാടിക്ക് വന്നതിലും ഇനിയുള്ള നമ്മുടെ എല്ലാ പരിപാടിയിലും അവർ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആൾക്കാർ വരിക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. കാരണം അവരെത്രയോ ദൂരെ നിന്ന് ഇതിനു വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട് ബൈക്കിലിരുന്ന് വെയിൽ കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ വന്നതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടവർ, ഞാൻ കാണിച്ചു തരാം അവരെ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഈ പരിപാടി പറയാമെന്ന് വെച്ചാൽ ഹെറിറ്റേജ് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ കൊല്ലവും നടക്കുന്നതാണ്. എല്ലാ കൊല്ലവും ഈ ദിവസം ഈ വൺ റൈഡ് എന്ന് പറയുന്ന പരിപാടി മൊത്തം വേൾഡ് വൈഡ് നടക്കുന്നതാണ്. അതിൽ ഈ ഹെറിറ്റേജ് മോട്ടോഴ്സിൻ്റെ പരിപാടി നടക്കുന്നത് ആപ്ക വില്ലേജിലാണ്. അപ്പോൾ ഞാനൊന്ന് വാഷിനൊന്ന് വിളിക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ ഈ പരിപാടി? വാഷ് എന്ന് പറഞ്ഞാൽ എഗെയിൻ എൻ്റെ കസിൻ. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ വിളിച്ചാൽ ശീലം, രഞ്ജിത്ത് എന്ന പേര്. വാഷ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. വാഷ്, മാഷല്ല, വാഷ്. കാരണം അവന് ഭയങ്കര ഗട്ട്സ് ഉള്ളൊരു പുള്ളിക്കാരനാണ്. പണ്ട് മേ ബി ഒരു 15-18 ഇയേഴ്സ് ബാക്ക് ട്രാക്കിലെ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത് അറിയുന്ന ആൾക്കാർക്ക് എന്താണെന്നറിയാം. അന്നത്തെ ഫുട്ടേജ് ഒന്നും ഉണ്ടാവില്ല, കാരണം അന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമൊന്നും അത്ര പോപ്പുലർ അല്ലല്ലോ. അപ്പോൾ ഞാൻ പുള്ളിയെ ഒന്ന് വിളിക്കാം. ചേട്ടാ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ മുതൽ. ഒന്ന് ഇന്നത്തെ പരിപാടിയുടെ ഡീറ്റെയിൽസ്, റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലവും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു 70-80 ബൈക്സാണ് പ്രതീക്ഷിച്ചിരുന്നത്. 90-ന് മുകളിൽ ബൈക്കുകളെത്തി. വന്നവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്യാദർ ചെയ്തതിൻ്റെ സന്തോഷമാണെങ്കിലും അത്രയും നല്ലോണം ഉണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റി റോയൽ എൻഫീൽഡിനല്ലാതെ വേറൊരു ബ്രാൻഡിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര ആൾക്കാരെ ഒരു കൂട്ടായ്മ, ഇത് ചെറിയ വർഷം കൊണ്ട് തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയല്ല. റോയൽ എൻഫീൽഡ് എന്ന് റൈഡ്സ് ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അത് റോയൽ എൻഫീൽഡ് എന്ന് സ്റ്റാർട്ടായിട്ടുണ്ടോ അവിടെ തൊട്ടുണ്ട്. നമ്മളിന്നും ഇന്നും ഹെറിറ്റേജ് റൈഡേഴ്സിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ കൂടെയാണ്. 100% എല്ലാവരും നെക്സ്റ്റ് പരിപാടിക്കും ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞതാണ് പുള്ളി. ഇത് കുറേ ഇലാബറേറ്റ് ചെയ്ത് ഒരു വലിയ സംഭവമായിട്ട് പറയേണ്ടതുണ്ട്. കാരണം ഇത്ര അധികം ആൾക്കാർ ഒരുമിച്ച് ഗ്യാദർ ചെയ്തിട്ടുള്ളൊരു പരിപാടി, അതും തൃശ്ശൂർ. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ ഇതെല്ലാ ഡീലർഷിപ്പുകാരും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവിടെ ഇത്ര അധികം വണ്ടികൾ വന്ന് ഇത്ര അധികം ഒരു റൈഡേഴ്സ് കമ്മ്യൂണിറ്റി തന്നെ നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു അഭിമാന ഭാഗമാണ് ശരിക്കും. കാരണം ഇത്രയധികം ആൾക്കാർ, ഇത്രയധികം റൈഡേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഇവന്റ് എനിക്ക് തോന്നുന്നു വേറെ ഈ അടുത്ത കാലത്ത് ഇല്ല, അല്ലേ? ഇല്ല, ഈ അടുത്ത കാലത്ത് എവിടെയും നടന്നു. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു തെളിവാണ്. ഞങ്ങളെന്നും റൈഡേഴ്സിൻ്റെ കൂടെയാണ്, ഹെറിറ്റേജ് എന്നും റൈഡേഴ്സിൻ്റെ കൂടെയാണ്. എന്താവശ്യത്തിനും 9 ലൊക്കേഷനിൽ നമ്മളുണ്ട്. എന്താവശ്യത്തിനും ഏത് സമയത്തായാലും നമ്മളെ വിളിക്കാം. എല്ലാ സഹായങ്ങളുമായിട്ട് നമ്മൾ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ ഇനി കൂടുതൽ റൈഡ്സിനെ കുറിച്ചും ഇനിയും കൂടുതൽ എന്താ പറയുക റൈഡിങ് ക്യാമ്പുകളെ കുറിച്ചും ഞാൻ വരും വീഡിയോസിൽ പറഞ്ഞുതരാം. ഞങ്ങളൊരു ഷീ റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതേപോലെ മന്ത്ലി ഞങ്ങൾ ഇത്ര റൈഡ്സ് ഡെഫിനറ്റ്ലി പോകുന്ന കുറച്ച് റൈഡ്സ് ഉണ്ട്. നമ്മുടെയൊക്കെ ടാർഗറ്റ് ലാസ്റ്റ് അൾട്ടിമേറ്റ് ചെയ്യുമ്പോൾ കുറേ ഷീ പെൺകുട്ടികളെയും കൊണ്ട് നമ്മൾ ലേയിൽ പോകാന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് അത് എന്താ പറയുക, ബൈക്ക് ഓടിക്കാൻ അറിയാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. പുള്ളിക്കാരനാണ് ട്രെയിനിങ് തരിക. പുള്ളി അതിൻ്റെ സർട്ടിഫിക്കേഷൻസും അതിൻ്റെ
ലൈസൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ആളുടെ ശരിക്കും പറഞ്ഞാൽ രഞ്ജുവിൻ്റെ എന്താ പറയുക ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് ചവിട്ടി പോകേണ്ടി വരും. അത് അക്കാഡമിക്സിലല്ല, ഈ റേസിംഗ് സ്പെക്കിൽ. അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ എന്തൊക്കെയുള്ളതെന്ന്. ഫെഡറേഷൻ FMSCI എന്നുകൊണ്ടൊരു ഫെഡറേഷൻ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഇപ്പോൾ സ്ക്രൂട്ടനർ എന്നുള്ള പോസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് വണ്ടി സ്ക്രൂട്ടനി ചെയ്ത്. അതെ, സ്ക്രൂട്ടനിയർ എന്നുള്ള പോസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ഇവന്റ് റേസ് ഓടിക്കുന്നതിന് മുമ്പ് അത് ചെക്ക് ചെയ്ത് ഇത് കൊടുക്കണം. അതെ, സൈൻ ചെയ്ത് വിടണം. പിന്നെ 99 ഫ്രം 99 ടു ഇപ്പോൾ ഇതുവരെ ഞാൻ മോട്ടോർ സ്പോർട്സിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ 2018 ഹിമാലയൻ C6 എന്ന് പറഞ്ഞ ക്ലാസ് സെക്കൻഡായിരുന്നു ഞാൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ. അപ്പോൾ ആ റാലി മോട്ടോർ സ്പോർട്സ് അതിലേക്ക് വരാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പെൺകുട്ടികൾക്ക് വണ്ടി ഓടിക്കുന്ന, കാരണം സ്ത്രീകൾക്കാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. വണ്ടി ഓടിക്കാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ അവിടെ വന്നാൽ അത് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ബൈക്കില്ലാന്ന് വയ്ക്കുക. ഇപ്പോൾ വീട്ടിലൊക്കെ ബൈക്ക് പറഞ്ഞാൽ മേടിച്ച് തരാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മേടിച്ച് കൊടുക്കാത്ത വീടുകളുണ്ടല്ലോ. ആ കുട്ടികൾക്ക്, സ്പെഷ്യലി നോട്ട് ദ പോയിൻറ്റ്, പെൺകുട്ടികൾക്ക് നമ്മുടെ അവിടെ വന്നാൽ നമ്മുടെ ബൈക്ക് തരും. അതിന് വേറെ കോസ്റ്റ് ഒന്നുമില്ല. ഫ്യൂവൽ അടിക്കുക, നിങ്ങൾ കറങ്ങാൻ പോവുക. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം, ഗിയറുള്ള വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ്. നമ്മുടെ റൈറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി CRM അശ്വതി ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കമ്പനിക്ക് കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പെൺകുട്ടികൾ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ആദ്യം മിക്കവാറും ഒരു ചെറിയ ചെറിയ പരിപാടികളായിട്ട് ഒരു നെല്ലിയാമ്പതി, അല്ലെങ്കിൽ ഒരു അതിരപ്പള്ളി, അല്ലെങ്കിൽ മൂന്നാർ, ഊട്ടി അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങും. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ് എയിം കാർദുംഗ്ല ആയിരിക്കണം. നമ്മൾ കാർദുംഗ്ലയിൽ ഒരു 100 പെൺകുട്ടികളെയും കൊണ്ട് നമ്മൾ പോകണം. അതിൽ പ്രായം 18+ എന്നുള്ളതുള്ളൂ, ബാക്കി അങ്ങോട്ട് അറ്റം വരെ. ഞാനും ഉണ്ടാവും, അമ്മയും ഉണ്ടാവും. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. Sharad sir and Gidamma, please. Sorry, sorry for that. ഇതല്ലായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്. കുറച്ച് പേര് കുറെ ആവശ്യങ്ങളായിട്ട് പരിപാടികളൊക്കെ പുറത്തേക്ക് പോയി. 145+ കസ്റ്റമേഴ്സും 90+ മോട്ടോർ സൈക്കിൾസും. ശരിക്കും കേരള പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇത് ഹാപ്പൻ ആവാനുള്ള കാരണം. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ പൊട്ടൻഷ്യൽ കാണിക്കാൻ പറഞ്ഞിട്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് റൈറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി CRT ആരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരായിട്ട് വരാനായാലും രഞ്ജിത്തിന് തൃശ്ശൂരത്തെ CRT ആയിട്ട് കിഷോറെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സർവീസ് റിലേറ്റഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടോർ സൈക്കിളിന്റെ റിലേറ്റഡ് എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ കിഷോറിന് ചെയ്യാം. കോൺടാക്ട് നമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരെ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അതുപോലെ റൈറ്റ് സൈഡ് കമ്മ്യൂണിറ്റിയുടെ അടുത്ത കുറച്ച് പ്ലാൻസ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഹായ്, എൻ്റെ പേര് മെൽവിൻ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 3-ാം തീയതി ഞങ്ങളുടെ മാരേജ്. അപ്പോൾ ഞാനിതുവരെ ഗ്രൂപ്പിൽ ഇൻവിറ്റേഷൻ ഇട്ടിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തലേന്ന് രാത്രി എൻ്റെ തലേന്ന് പരിപാടി വന്ന് ഫോൺ നോക്കുമ്പോഴാണ് ചാറ്റ്സും കാര്യങ്ങളൊക്കെ നല്ലോണം കയറി വന്നത് കണ്ടത്. എനിക്ക് കൺഫ്യൂഷൻ ആയി, ദൈവമേ ഇത്രയും പേര് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എണ്ണം പറഞ്ഞു പോവുകയും ചെയ്തു. സത്യം പറയും, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നത് അടിപൊളിയായിരുന്നു. അവിടെ ഇങ്ങനെ അതിന്റെ കുറെ പ്ലാനിലാണ്. ഇപ്പോൾ ഇന്നൊരു ലോഗോ പ്രകാശനമുണ്ട്. അത് സംരംഭമാവുമ്പോൾ ഏറ്റവും നല്ലൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പൊതിഞ്ഞ തുറക്കട്ടെ.
രാഹുലിന്റെ ഒരു സംരംഭമാണ് ലെറ്റ്സ് ട്രാവൽ ടുഗദർ. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഹെറിറ്റേജ് റോയൽ എൻഫീൽഡ് രഞ്ജിത്തേട്ടൻ, ശരത്തേട്ടൻ സാറ്, എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഉഷാറുള്ള കൈയടി കുറഞ്ഞിരിക്കുകയാണ്. കൈയടി കൂട്ടുക. ആദിക് സാറിന് കൈയടി. ആദിക് സാർ അടുത്ത ആവശ്യം കൂടി വന്നിരിക്കുകയാണ് അല്ലേ? കൈയടി എല്ലാ പ്രശ്നങ്ങൾക്കും സജീഷ് സാറിനെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇതേ ആളെ കണ്ടുവച്ചത്. ഇവരെ സപ്പോർട്ട് അതുപോലെ തന്നെ കുറേ വിഷയങ്ങൾ എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിട്ടാൻ സാധിച്ചു. എന്ന് വെച്ചാൽ പക്ഷേ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ടീം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. എല്ലാ ടീമിനും ഇവിടെയുള്ള എല്ലാ ഗസ്റ്റ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാ പരിപാടിക്ക് പോകുമ്പോൾ അവർ എവിടെ വെച്ചാണ്ടാലും സോറി ഫോട്ടോ 2 ഫോട്ടോ അങ്ങനെ എല്ലാത്തോണ്ടും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പറയാ ഏത് വണ്ടിയാണ് ഓടിക്കാൻ തരുന്നവര് എല്ലാ ഇവന്റ്സിനും എല്ലാത്തിനും എന്റെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ശരത് സാർ ഞാൻ കഴിഞ്ഞ ദിവസം ജാനമൻ ബുള്ളറ്റ് മേരി ജാൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വീണ്ടും പറയാം. കാരണം അന്ന് ഷോറൂമിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾ കുറച്ചധികം പേരുണ്ടല്ലോ. ഞാൻ ശരിക്ക് അമ്മയും കൊണ്ട് ആ യാത്ര പോയത് ബുള്ളറ്റിന്മേ ആയതുകൊണ്ടാണ് ഞങ്ങളെ അറിയപ്പെട്ടത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ യാതൊരു സത്യം പറഞ്ഞാൽ യാതൊരു റേഞ്ചും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ. ഞങ്ങളതിന് മുമ്പും ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞാൻ ചുമ്മാ ഈ ഇരിക്കണ രാഹുൽ അതിരപ്പള്ളിയിലേക്ക് ബസ്സിൽ പോയിട്ട് സഞ്ചാരിയിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടു. അപ്പോൾ അതിന് ഭയങ്കര ലൈക്കും ഭയങ്കര വ്യൂവും കമൻറ്റൊക്കെ. അപ്പം തന്നെ രാത്രി ഞാൻ ഇരുന്നൊരു സാധനം പടച്ചു, ഞങ്ങൾ ലേയിൽ പോയ കഥയും എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഇരിക്കപ്പുറതി ഇല്ലാണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പും ഒരുപാട് പേര് അമ്മയും എല്ലാവരെയും കൊണ്ടൊക്കെ ലേയിൽ പോയിട്ടുള്ളത്. പക്ഷെ ബുള്ളറ്റ് എന്നുള്ളൊരു കണ്ടന്റ് അതിലുള്ളതുകൊണ്ടാണ് പിറ്റേ ദിവസം എനിക്ക് 25,000-ഓളം മെസ്സേജാണ് വന്നത്. എൻ്റെ വീട്ടിൽ ഫുൾ മീഡിയ, ഫുൾ ആൾക്കാർ, റേഡിയോ, TV, ആകെ തിക്കും തിരക്കായി. ഞാൻ എല്ലായിടത്തും പറയണ ഒരു കാര്യമാണ്, ഞാൻ ഫ്ലൂക്കിൽ അല്ലെങ്കിൽ ഞാനൊരു ശിക്കാരി ശമ്പൂലി ഇൻഫ്ലുവൻസറായ ഒരാളാണ്. ഞാൻ ശരിക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമുള്ള വേറെ യാതൊരു അക്കാഡമിക്സ് നോക്കിയാലോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കിയാലോ അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഡാൻസ് കളിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾ സാധാരണ രഞ്ജുവിനെ അറിയാം, ഞങ്ങൾ ഞാൻ അത് പറയാൻ വരാം. എൻ്റെ ആശാനാണ് ബേസിക്കലി, രഞ്ജുവിൻ്റെ കസിനാണ്. ബന്ധം പറഞ്ഞു കൊടുക്കമ്മ, വല്ലിച്ചൻ്റെ മോൻ. അതിനേക്കാൾ ഒരുപാട് ഉപരി ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഒരുപാട് റേസ് ഓൾട്ടോയിൽ ഓടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ നിന്നാൽ നമ്മളിന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പറയേണ്ടി വരും. ഒരു സിമ്പിൾ ഒരു കുഞ്ഞൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ, ഞങ്ങൾ പുഞ്ചിരിപ്പാടം റേസ്, അതിൽ ഓൾട്ടോ ഓടിക്കുക. സാധാരണ ഞാൻ ഓടിക്കും, അവൻ അപ്പുറത്തിരിക്കും, അല്ലെങ്കിൽ അവൻ ഓടിക്കും, ഞാൻ ഇപ്പുറത്തിരിക്കും. അപ്പോൾ ഒരു കോർണർ തിരിയുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിക്കണം. ഇന്നത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഓൾട്ടോല 1.1 എഞ്ചിനാണ്, റോക്കറ്റ് പോലത്തെ വണ്ടി ഇരുന്നത്. അപ്പോൾ ആ കോർണർ തിരിക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിക്കണം. അപ്പോൾ അവൻ വലിക്കടാ എന്ന് പറയും എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനത് വലിച്ചൊരു കോർണർ തിരിഞ്ഞ് പിന്നെ ആ സ്ട്രെച്ച് ഞാൻ അടിക്കുമ്പോൾ സൈഡിൽ കൂടെ ഒരു ടയർ ഉരുണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടാ എന്തിട്ടത്? അത് വേറെ വണ്ടിയുടെ എവിടെയാന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടിയുടെ ടയർ ഉരുണ്ടുകൊണ്ട് വരിക. അപ്പം ഞങ്ങൾ അത്രയും എക്സ്ട്രീം റേസുകൾ ഞങ്ങൾ ഓടിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. ഇനി അങ്ങനെ പറ്റുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കോയമ്പത്തൂരിലെ വരുന്നൊരു റാലി ഓടിക്കണ കാര്യം പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട് സീരിയസ് ആയിട്ട്. എൻ്റെ ഉള്ളിലൊരു പഴയ ഹാർഡ് കോർ ബൈക്കർ ഉറങ്ങിക്കിടക്കണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഈവൻറ്റോടെ അതിനെവിടെയൊക്കെയോ പൊടി തട്ടി ഞാൻ പുറത്തേക്ക് എടുത്തു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തിരുന്നു. 2004
എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ബൈക്സ് CBC കരീസ്മ അങ്ങനെ. അത് കഴിഞ്ഞ് 2006-07 എൻ്റെ സൂപ്പർ ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞിട്ട് ഹോണ്ട CBR ഒരു ബൈക്ക് ഉണ്ട്, അതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ R1 ഉണ്ടായിരുന്നു, ഹയബൂസ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഒരു ബൈക്ക് ഹോളിക്കായിരുന്നു, എക്സ്ട്രീം. ഇന്ന് രാവിലെ ആദർശിൻ്റെ അനിയൻ കുഞ്ചു, അവൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ കൂടി ഒരു അർജുൻ, അവരൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ബൈക്സ് എൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് ഉണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്ന് കുറേ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറിയതിൻ്റെ പ്രശ്നമാണ്. ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറേ പിന്നാക്കം പോന്നു. അപ്പം ഞാൻ ആ പുസ്തകം ഒന്ന് പൊടി തട്ടി എടുക്കണം. പക്ഷേ അമ്മയ്ക്കിപ്പോൾ റേസിലേക്ക് പോകുന്നുള്ള ടെൻഷനാണ് ആലോചിക്കുന്നത്. എനിക്ക് ശരത്തിനെ ഭയങ്കര വിശ്വാസമുണ്ട്, നല്ല കോൺഫിഡൻസ് ആവണം, അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ കുറേ ബൈക്കുകളുണ്ടായിരുന്നു, ഇന്ന് വരെ കയറിയിട്ടില്ല. ഹിമാലയൻ റൈഡിലാണ് ഞാൻ ആദ്യമായിട്ട്, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയിലാണ് ആദ്യം കയറിയത്. ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് കയറിയത്. അതിന് മുമ്പ് എൻ്റെ ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ബ്ലാക്ക് ബേർഡിലൊക്കെ അമ്മ ഇരുത്തി പോകണമെന്ന് എൻ്റെ ഒരു മോഹമായിരുന്നു. ഇന്ന് ആ ബൈക്ക് എൻ്റെ ഇല്ല. ഞാൻ പുറത്ത് അതും കൂടി പറഞ്ഞു കൊടുത്തോ. എൻ്റെ വീട്ടിൽ അച്ഛന് ഹോണ്ടയുടെ ബൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ രാജദൂത് ഉണ്ടായിരുന്നു, റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നില്ല. അതെ. അപ്പോൾ അമ്മയും അച്ഛനും സ്കൂളിൽ ടീച്ചറായിരുന്നു. അമ്മ കൊണ്ടുപോകുമ്പോൾ സാരി കാർഡിൽ അത് സാരി ഇങ്ങനെ ചുറ്റി അമ്മ വീഴാൻ പോണ ഒരു കാഴ്ചയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ബൈക്ക് എന്ന് പറഞ്ഞു. പിന്നെ ശരത്തെ കുറേ നിർബന്ധിച്ചിട്ടുണ്ട്, ചേട്ടൻ കുറേ നിർബന്ധിച്ചിട്ടുണ്ട്, ഒന്നും കയറിയിട്ടില്ല. ലഡാക്കിൽ പോയിട്ട് അമ്മ ആ കാഴ്ച ആ സുഖം കിട്ടണേ, കാറിൽ അടച്ചു പോയിട്ട് കാര്യമില്ല, നമുക്ക് ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞു. നോക്കാം, അങ്ങനെ ഒരു യാത്ര റോയൽ എൻഫീൽഡിൻ്റെ കൂടെ എനിക്ക് കിട്ടി. ഞാൻ ഒരുപാട് അമ്മയെ കൺവിൻസ് ചെയ്തു. അമ്മയ്ക്ക് ആ ഒരു ട്രോമ ഉണ്ടായിരുന്നു, ബൈക്കിൽ നിന്ന് വീണിട്ടുള്ള, അല്ലെങ്കിൽ അമ്മ വീഴുമോ, ആ ഒരു സ്കെയർ ഉണ്ടാവുമല്ലോ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട സാധനങ്ങൾ. അപ്പം ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറയാം, നമുക്കിങ്ങനെ മേഘങ്ങൾ തൊട്ട് പോവാം, നമ്മുടെ കാലിൻ്റെ അടിയിലായിരിക്കും ക്ലൗഡ്സ് നിൽക്കുന്നത്, അത് കാറിൽ പോയി കഴിഞ്ഞാൽ ഗ്ലാസ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല, കാണില്ല അമ്മ. ഞാൻ കുറച്ച് അത്ര നേരം വേണ്ട അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ മിററിൽ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആസ്വദിച്ച്, ഞാൻ ഭയങ്കര സ്ലോ സ്പീഡിലാണ് പോയത്, വെരി സ്ലോ, മേ ബി 20-30 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ പോയത്. അപ്പം ലേ പോണം എന്നുള്ളത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് ആക്കി വെക്കണം. തീർച്ചയായിട്ടും ബൈക്കിൽ തന്നെ പോകണം കേട്ടോ, ഒരിക്കലെങ്കിലും. അതും ബുള്ളറ്റില്. അപ്പൊ താങ്ക്സ് എ ലോട്ട്. ഞങ്ങൾ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതാ കുഴപ്പം. അപ്പൊ താങ്ക് യു.